കേരളത്തിലെ നിയമരംഗത്ത് തന്നെ വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മളിത് സംസാരിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, കേരളത്തിലെ തന്നെ പ്രിയ താരം മോഹൻലാലും ആനക്കൊമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കേസിലെ കോടതി വിധിയുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. താരത്തിന്റെ കയ്യിലുള്ള ആനക്കൊമ്പിന് കേരള ഗവൺമെന്റ് നൽകിയ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അസാധുവാണെന്ന് കൂടെ കോടതി വ്യക്തമാണ്. അതായത് 2016 ജനുവരി 16, ഏപ്രിൽ 6 എന്നീ തീയതികളിൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവുകളും സർട്ടിഫിക്കറ്റുകളാണ് ഇപ്പോൾ കോടതി റദ്ദാക്കിയത്. ഈ ഉത്തരവുകൾ അസാധുവാണെന്നും അതുപോലെ തന്നെ നിയമവിരുദ്ധമാണെന്നും കൂടെ കോടതി വ്യക്തമാക്കി. മാത്രമല്ല, എങ്കിലും സർക്കാരിന് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുമെന്നുകൂടെ കോടതി ഇതിനോടകം കൂട്ടിച്ചേർത്തു. 2012 ജൂണിൽ മോഹൻലാലിന്റെ കൊച്ചിയിലെ വസതിയിൽ നടത്തിയ റെയ്ഡിലാണ് 2 ജോഡി ആനക്കൊമ്പുകൾ കണ്ടെത്തിയത്. അന്ന് അദ്ദേഹത്തിന് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഈ വിധി നിലവിലുള്ള ക്രിമിനൽ കേസുകളിൽ അദ്ദേഹത്തിനൊരു തിരിച്ചടിയായേക്കാം. അപ്പോൾ ഇന്നൊട്ടും കൂളല്ല ഗുരു. എനിവേ, ശുക്രിയ.